الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقضاهن سبع سماوات في يومين وأوحى في سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز الرحيم. عزيز الحليم. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء الله ربنا لأنزل ملائكة إنا بما أرسلتم به كافرون. فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. وأما ثمود فهديناهم فاستحبوا العمى على الهدى فأخذتهم صاعقة العذاب الهون بما كانوا يكسبون. ونجينا الذين آمنوا وكانوا يتقون. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഫുസ്സിലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ മക്കീ ജീവിതത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിച്ചപ്പോൾ മക്കയിലുണ്ടാകുന്ന ആളുകൾ അധികവും ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തവരും മനസ്സിലാക്കാത്തവരുമാണ്. ഇസ്ലാമിൻ മനസ്സിലാക്കാത്ത ആളുകളാണ് മഹാഭൂരിപക്ഷവും. വിഗ്രഹാരാധനയാണ് അവരുടെ മതപരമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. വിഗ്രഹാരാധനയോടൊപ്പം തന്നെ മദ്യപാനം, ചൂതാട്ടം, വ്യഭിചാരം, പലിശ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കുക, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ അവരുടെ നിത്യസ്വഭാവമാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണോ ഈ സൂറത്തിൻ്റെ അല്ലെങ്കിൽ ഈ മക്കയിൽ അവതരിപ്പിച്ച എല്ലാ സൂറത്തുകളുടെയും മുഖ്യ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം. അല്ലാഹു തആല പറയുന്നു, അപ്പോൾ കഥാഹുന്ന
അവർ സംവിധാനിച്ചിരിക്കുന്നു. ഖദാഹുന്ന അവർ സംവിധാനിച്ചിരിക്കുന്നു. സബഅ സമാവാത്തിൻ 7 ആകാശങ്ങൾ ഫീ യൗമൈനി 2 ദിവസങ്ങളിലായി. 7 ദിവസങ്ങളും 2 ദിവസങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഈ ആയത്തുകൾ അവതരിക്കുന്ന നാളുകളിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായൊക്കെ വളരെ പുറകിലാണ്. ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ടല്ല, അന്നത്തെ അവസ്ഥയിൽ തന്നെ വളരെ പിന്നിലാണവർ. അപ്പം 7 ആകാശങ്ങളെന്നും 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അറിവനുസരിച്ചുള്ള 7 ദിവസവും 5 ദിവസമൊക്കെയാണ് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അന്ന് സൂര്യൻ അള്ളാഹുത്തെ സൃഷ്ടിച്ചിട്ടില്ല, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ 2 ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യനില്ലാത്ത, ചന്ദ്രനില്ലാത്ത, അങ്ങനെ മനുഷ്യന് ആവശ്യമായ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇല്ലാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത അതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ യൗമൈനി തന്നെ 2 ഘട്ടങ്ങളിലായി, 2 അവസ്ഥകളിലായി അള്ളാഹു തആല സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകി തന്നെ സാധാരണഗതിയിൽ അറിവ് നൽകാനുള്ള മാർഗമാണ് വഹി. അത് മഹാനായ ജിബ്രീലും അതുപോലെ മീകായിലും അതുപോലുള്ള മലക്കുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ബന്ധപ്പെട്ട ആളുകൾ ബോധനം നൽകി. കുല്ലസമായും എല്ലാ ആകാശങ്ങളെയും അംറഹ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് നൽകി. വസയ്യന്ന സമാഅ ദുനിയ അടുത്ത ആകാശത്തെ അവർ അലങ്കരിച്ചു. സയ്യന്ന എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചു. അസ്സമാഅ ദുനിയ അടുത്ത ആകാശം എന്ന് പറഞ്ഞാൽ 7 ആകാശമുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഹദീസിൽ ഖുർആനിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആകാശത്ത് വെച്ച് നോക്കുമ്പോൾ 7 ആകാശമുണ്ടെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞാൽ ഇപ്പം കാണാൻ കഴിയും അങ്ങനെയുള്ള ആകാശങ്ങളെ പറ്റി. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അല്ലാഹു തആല പറയുന്നു സയ്യദ സമാഅ ദുനിയ അടുത്ത ആകാശം, ആ അടുത്ത ആകാശങ്ങളെ അവൻ അലങ്കരിച്ചു. അടുത്ത ആകാശങ്ങളെ അവൻ അലങ്കരിച്ചു. മസാബിഹ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. വഹിഫുദൻ എന്നിട്ട് അവയെ സൂക്ഷിക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇത് മഹാനായ അള്ളാഹുവിൻ്റെ അജയ്യനും മഹാനുമായ അള്ളാഹുവിൻ്റെ ഖദറാണ്, തഖ്ദീർ കണക്കാക്കലാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വിജ്ഞാനവും അജയ്യനുമുള്ള അള്ളാഹു കണക്കാക്കിയ കാര്യമാണ് ഇത്. ഈ വ്യവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചു കൊടുത്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ആണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി ആകാശത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിക്ക് ആവശ്യമായ കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. 2 മസാബിഹ 4 മസാബിഹ 3 സമാഅ ദുനിയ അടുത്ത ആകാശത്തെ അവൻ അലങ്കരിച്ചു. മസാബിഹ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. വഹിഫുദൻ എന്നിട്ട് അവയെ സംരക്ഷിച്ചു നിർത്താവുന്ന സംവിധാനം ഉണ്ടാക്കി. അതാണ് കഥ എന്ന് പറഞ്ഞാൽ. അതിനെല്ലാം ചില വ്യവസ്ഥകൾക്കനുസരിച്ച് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥപ്പെടുത്തി. ഫൈൻ ആയറു അവർ അവഗണിക്കുന്നുവെങ്കിൽ ഫഖുൽ നീ പറയുക മുഹമ്മദ് നബിയെ, അന്തർത്തുക്കും ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു സായികത്തൻ ഇടിനാദത്തെക്കുറിച്ച്. ഇടിനാദം എന്ന് പറയുമ്പോഴും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നമുക്ക് പല കാര്യങ്ങളും ഇപ്പം അറിയാം. പക്ഷെ അന്നുള്ള ആളുകൾക്കൊന്നും അത് അറിഞ്ഞുകൂടാ. എന്നിട്ട് അള്ളാഹു തആല പറയാണ് ഫഖുൽ അന്തർത്തുക്കും നീ പറയുക നബിയെ, അന്തർത്തുക്കും ഞാൻ നിങ്ങളോട് താക്കീത് നൽകുന്നു സാഹികത്തൻ ഇടിനാദത്തെക്കുറിച്ച്. മിസില സാഹികത്തെ ആദിൻ്റെയും സമുദായത്തിൻ്റെയും അവസ്ഥ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി
അന്ന് മുഹമ്മദ് നബിയെ പോലെ അന്ന് ലോകകാലം മുതൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് സാഹിക്കത്തും സമൂതും ആദും സമൂതും ഉണ്ടായിരുന്നത് പോലെയുള്ള അവസ്ഥകളാണ്. അതാണ് അതെന്ന് പറയാം. ഇത് ജാത്തുഹും റുസുലു, പ്രവാചകന്മാർ അവർക്ക് വന്നു, മിൻ ബൈനി ഐദീഹിം, അവരുടെ മുമ്പിലൂടെയും, ഒമിൻ ഖൽഫിഹിം, പുറകിലൂടെയും. അപ്പോൾ പുറകിലൂടെയും മുമ്പിലൂടെയും പ്രവാചകന്മാർ അവർക്ക് വന്നു. പ്രവാചകന്മാർ വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ മലക്കുകൾ അല്ലെങ്കിൽ വേറെ പിന്നെ മലക്കുകളുടെ അവസ്ഥയിൽ. അപ്പം മലക്കുകളും റുസുലും ഒക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ജാത്തുൽ റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അത് അങ്ങെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ഇല്ലല്ലാഹ, അള്ളാഹുവിനല്ലാതെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തരുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് അല്ലാ തഅബുദു എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചു തരുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും അവതരിച്ചുകൊണ്ടും നിങ്ങൾ പാലിക്കണം. അല്ലാ തഅബുദു, നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യരുത്, ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല, ഇല്ലല്ലാഹ, അള്ളാഹു അല്ലാതെ. ആലു, അപ്പോൾ അവർ പറഞ്ഞു, ലൗ ഷാ റബ്ബുന, നമ്മുടെ നാഥൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൽസല മലായിക്കത്തൻ, അവൻ മലക്കുകളെ അയക്കുമായിരുന്നു. ഫൈദാ ഉർസിൽതും ബിഹി, അവരെ അയക്കപ്പെട്ടാൽ കാഫിറൂൻ, അവർ നിഷേധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച വ്യവസ്ഥകളും കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ തഅബുദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യം, കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ നിയമങ്ങളിലും പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ജീവിക്കുക എന്നാണ്. അവിടെ മതപരമെന്നോ മതേതരമെന്നോ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വിധം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പഠിച്ചിട്ടുള്ളത്. ലാ തഅബുദു ഇല്ലല്ലാഹ, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ അനുസരിക്കരുത്, നിങ്ങൾ അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അവനോടല്ലാതെ ഭയപ്പെടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ വഴിപ്പെടരുത്. ആരും അപ്പോൾ അവർ പറയാം, ലൗ ഷാ റബ്ബുന, നമ്മുടെ നാഥൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻസല മലായിക്കത്തൻ, അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു. ഫൈന്ന, തീർച്ചയായും നമ്മൾ ഉർസിൽതും ബിഹി കാഫിറൂൻ, അത് കൊണ്ട് നമ്മൾ അവരെ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ ആദുൻ, എന്നാൽ ആദ് സമൂഹം വസ്തക്ബറു, അവർ അഹങ്കരിച്ചു, ഫിൽ ഭൂമിയിൽ അവർ അഹങ്കരിച്ചു, ബിഗൈരിൽ ഹഖ്, അന്യായമായി അവതരിപ്പിച്ചു. അത് അവർ പറഞ്ഞു, അശദ്ദു മിന്നാ ഖുവ്വത്തൻ, നമ്മളെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരാരാണുള്ളത്? അവനെ അവർ കാണുന്നില്ലേ? അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അല്ലദീ ഖലഖഹും സൃഷ്ടിച്ച അശദ്ദു മിൻഹും, അവർ നിങ്ങളെക്കാൾ ശക്തരാണ്, ഖുവ്വത്തൻ, ശക്തിയാൽ ശക്തരാണ്. വക്കാനു, അവരായിരുന്നു, ഈ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് യജ്ഹദൂൻ, നിഷേധിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാണ്. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ, ഫഅർസൽനാ, അങ്ങനെ നാം അയച്ചു, അലൈഹിം, അവരിലേക്ക്, റീഹൻ സർസറൻ, ചുടുകാറ്റ്, റീഹൻ കാറ്റ്, സർസറൻ ചുടുകാറ്റുകൾ അയച്ചു. ഈ അയ്യാമിൻ്റെ ഹസാത്തിൻ, ദുർവികാരങ്ങൾ, ദുർനിയമങ്ങൾ. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്തിൻ, ദുർദിനങ്ങളുള്ള ദിവസം അവൻ നിങ്ങൾക്ക് ചുടുകാറ്റുകൾ അയച്ചു. യുദീഖഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടി, അവരെ രുചിപ്പിക്കാൻ വേണ്ടി. അദാബൽ ഖിസി, ഹീനമായ ശിക്ഷ, ഫിൽ അദാബിൽ ദുനിയ, ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത്, വല അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷ, അഹ്സ, അതിനേക്കാൾ രൂക്ഷമാണ്. വഹും, അവർ അല്ലാഹു യുൻസറൂൻ, എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ ഇവിടെ എല്ലാ അവസ്ഥയും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നെഹസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. നെഹസ് പറഞ്ഞാൽ ദുർവേദന, ധാരാളം തെറ്റുകളും ദുർദിനങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുന്ന അതിനാൽ നെഹസ് എന്ന് പറയാം. ഇതും അങ്ങനെ തന്നെയാണ്. നാട്ടിലുണ്ടാക്കുന്ന അവസ്ഥകൾക്ക് വ്യത്യസ്തമായി തോന്നിവാസം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും. അമ്മാ സമൂദ്, എന്നാൽ സമൂദ് ഗോത്രം ഫഹദൈനാഹും, അവർക്ക് നാം നേർമാർഗം നൽകി. ഫസ്തഹബുൽ അമ, അവർ വസ്തഹബു അവർ അവലംബിച്ച് ഫസ്തഹബുൽ അമ, അവർ യാഥാർത്ഥ്യം ഇഷ്ടപ്പെട്ടു. അലൽ ഹുദ, സന്മാർഗത്തേക്കാൾ. ഫഹൽത്തുഹും സായിക്കത്തുൽ അദാബ്, ഫഹൽത്തുഹും അവരെ അള്ളാഹു പിടികൂടി ഗ്രസിച്ചു കളഞ്ഞു. സായിക്കത്തുൻ ഇടിനാദങ്ങൾ ചോദിച്ചു കളഞ്ഞു. അൽ അദാബൽ ഹൂനി, നിന്ദ്യമായ ശിക്ഷ. വിമാക്കാർ യക്സിബൂൻ, സമ്പാദിച്ചിട്ടില്ലാത്ത അവർ സമ്പാദിച്ച നിയമങ്ങളെല്ലാം അവൻ ഇടിച്ചു താഴ്ത്തി. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവർ തോന്നിവാസികളായി ചെയ്തുകൊണ്ട് അതൊന്നും പാലിക്കാൻ അവർ സന്നദ്ധരായില്ല. അമ്മാ സമൂദ് ഫഹദൈനാഹും, അവർ നന്മാർഗത്തിലേക്ക് വിളിച്ചു. ഫസ്തഹബുൽ അമ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളും നിർദ്ദേശങ്ങളും അവരെ വലിച്ചു ചിന്തി. ഫഹൽത്തുഹും, അവരെ നിയമമാക്കി. സായിക്കത്തുൽ അദാബിൽ ഹൂനി, വ്യത്യസ്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവർക്ക്. വിമാക്കാൻ യക്സിബൂൻ, അവർ ശിക്ഷ പാലിക്കുന്നവരായിരുന്നു, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. വനജൈനല്ലദീന ആമനു, വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തി. അല്ലദീന ആമനു, വിശ്വസിച്ചവരെ. വകാനു യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവരെയും ചെയ്യുന്നവരെ അവൻ രക്ഷപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് നന്നായി നല്ലവനായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് അവരെ രക്ഷപ്പെടുത്തി. വജൈനല്ലദീന ആമനു, വിശ്വസിക്കുന്നവരെ അള്ളാഹു തആല രക്ഷിച്ചു. വകാനു യത്തഖൂൻ, അവർ ഭയഭക്തിയുള്ളവരായിരുന്നു, അങ്ങനെയുള്ളവരെ രക്ഷിച്ചു. യൗമ യഹ്ശുറു, അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. ആയിദാഉല്ലാഹി, അള്ളാഹുവിൻ്റെ ശത്രുക്കളായ ആളുകളെ രന്നായി നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഫഹും യൂസഊൻ, അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു. ഫഹും യൂസഊൻ, അവർ നിയമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഹത്താ ഇദാ ജാഊഹ, അങ്ങനെ അവർ വന്നപ്പോൾ ഷഹിദ അലൈഹിം, അവരുടെ മേൽ സാക്ഷി നിർത്തി. സമഅഹും, അവരുടെ കണ്ണുകൾ. സമഅഹും, അവരുടെ കാതുകൾ. അബ്സാറുഹും, അവരുടെ കണ്ണുകളും. വജുലൂദുഹും, അവരുടെ കാഴ്ചകളും. ബിമാക്കാനു യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഈ ആയത്ത് വളരെ വലിയ ഗൗരവമുള്ള ആയത്താണ്. സാധാരണ ഉള്ളതല്ല, കുറേ കൂടി ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ട ആയത്താണത്. ഹത്താ ഇദാ ജാഊഹ, അവർ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഷഹിദ അലൈഹിം സമഅഹും, ഷഹിദ അലൈഹിം, അവരുടെ മേൽ സംസാരിച്ചു, സാക്ഷി നിർത്തി. സമഅഹും, അവരുടെ കേൾവി. അവരുടെ കാതുകൾക്ക് സാക്ഷി നിർത്തി. കാതുകൾക്ക് സാക്ഷി നിർത്തി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള മാർഗങ്ങളിൽ ഒന്ന് അവരുടെ കാതുകൊണ്ട് കേൾക്കുക. അബ്സാറും കണ്ണുകൊണ്ടാണ്, കണ്ണുകൊണ്ട് കാണുക. ജുലൂദുഹും, അവരെ ചർമ്മങ്ങൾ കൊണ്ട് അനയുക. ഈ മൂന്ന് കാര്യങ്ങളും സാധാരണഗതിയിൽ മനുഷ്യൻ പഠിപ്പിക്കപ്പെടണം. സമഅഹും അബ്സാറുഹും വജുലൂദുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാതുകൊണ്ടും കണ്ണുകൊണ്ടും അതുപോലെ ചർമ്മങ്ങൾ കൊണ്ടും അനുസരിക്കണം. അങ്ങനെ അത് പാലിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ബിമാക്കാനു യഅമലൂൻ, അവ കഠിനമായി അവർക്കെതിരെ സാക്ഷി നിർത്തുകയും വേണം. അങ്ങനെയുള്ള അവസ്ഥയിലേക്കുണ്ടാകണം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ഗ്രഹിച്ചും പഠിച്ചും മനസ്സിലാക്കിയും പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കേൾവിയും അതുപോലെ കാഴ്ചയും ചർമ്മവും. ഈ മൂന്ന് കാര്യങ്ങളും സൂക്ഷിച്ചു കൊണ്ടുവേണം നമുക്ക് ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളും നിർദ്ദേശങ്ങളും
പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.